യോഗസൂത്ര സൂത്രം എന്ന് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞു നമുക്ക് ആയുർവേദത്തിലൊക്കെ മരുന്നുകളെ പലതരത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ലേഹങ്ങൾ ഉണ്ട്, ആസവങ്ങളുണ്ട്, അരിഷ്ടം, കഷായം, ഗുളിക, അല്ലെ? എന്താണ് ഇതിന്റെ വ്യത്യാസം? അതിൽ മരുന്ന് ക്രമീകരിച്ചിരിക്കുന്ന രീതിയിൽ വ്യത്യാസം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആസവം, ലേഹ്യം, അരിഷ്ടം ഇവയെല്ലാം കുറച്ചുകൂടി സ്ഥൂലമാണ്. അതിൽ മരുന്നല്ലാത്ത കണ്ടന്റുകൾ ഒരുപാടുണ്ട്. എന്നാൽ നമ്മൾ കഷായത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി അബ്സ്ട്രാക്റ്റ് ആവുക. വീണ്ടും നമ്മളത് ഗുളികയിലേക്ക് വരും, വീണ്ടും അബ്സ്ട്രാക്റ്റ് ആവും. വളരെ ചെറിയ ഗുളിയൊക്കെ വളരെ ചെറുതായിരിക്കും. പിന്നെ മറ്റൊന്നുണ്ട്, അതിൽ ഏറ്റവും സൂക്ഷ്മമായിരിക്കും, അല്ലേ? എന്താണത്? ആയുർവേദ ഭസ്മപ്രയോഗം. ഭസ്മം വളരെ ഹൃദഹസ്തരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പരിചിതരായിട്ടുള്ള വൈദ്യന്മാർക്ക് മാത്രം ഉദ്ദേശിക്കുക. അതുപോലെ തന്നെ ഭസ്മം ഉണ്ടാക്കും. ഭസ്മം ഉണ്ടാക്കുന്നത് തെറ്റിപ്പോയാൽ അപകടകരമാണ് ആയുർവേദത്തിൽ. കാരണം ലോഹങ്ങളാണ്, ലോഹങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഭസ്മപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സൂക്ഷ്മമായിട്ടാണ്, അതിലെല്ലാം ഉണ്ടാവും. അത് പ്രയോഗിക്കുന്നത് തെറ്റിയാൽ തെറ്റും. അതുപോലെയാണ് ഈ സൂത്രങ്ങൾ. സൂത്രങ്ങൾ വളരെ ചുരുക്കിയിട്ടാണ് പറയുക. അതുകൊണ്ട് തന്നെ വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ടാവും. ഓരോരുത്തരും രീതിയിൽ അത് വ്യാഖ്യാനിക്കും. അതുകൊണ്ട് തന്നെ സൂത്രങ്ങളുടെ ശരിയായിട്ടുള്ള അർത്ഥം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു. കാരണം യോഗസൂത്രത്തിൽ തന്നെ പല പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് പല വ്യാഖ്യാനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് യോഗയെ അറിഞ്ഞ ആള് വ്യാഖ്യാനിച്ചത് നമ്മൾ എടുക്കുന്നതാണ് കുറച്ച്. അങ്ങനെ മറിച്ച് യോഗ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ എല്ലാ ഗീതയിലുണ്ട്. ഇപ്പൊ ഗീതയുടെ അർത്ഥം ഒന്നേ ഉള്ളൂ. അത് നമുക്കറിയാം. എത്ര ഗീതാ വ്യാഖ്യാനങ്ങൾ നമുക്ക് ലഭ്യമാണ്, ഒരുപാട് ലഭ്യമാണ്. പലതിലും പരസ്പരം ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും, അല്ലെ? അപ്പം യോഗസൂത്രം, അപ്പോൾ ഇത് എന്തിനെ പറ്റിയാണ്? സത്യത്തെ കുറിച്ചുള്ള അന്വേഷണം. എന്താ സത്യം? ഈ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരിക്കും. ഇതിനൊക്കെ ഒരു പരസ്പര കാരണ ബന്ധം ഉണ്ടോ എന്നൊരു അന്വേഷണം. പലരും പലത് എന്ന് പറഞ്ഞിട്ടുള്ള, ഏതറിഞ്ഞാൽ എല്ലാത്തിനെയും അറിയാൻ പറ്റുമോ, അതിനെ എനിക്ക് അറിയണം എന്ന് ഉപനിഷത്തിലുള്ള ഒരു കാര്യം. അതേപോലെ പുറത്ത് പലതും നടക്കുന്നുണ്ട്, ഇതെല്ലാം പരസ്പരം ബന്ധിതമാണ്, കാര്യകാരണം. അപ്പോ അത്തരം കാര്യങ്ങളാണ് പലതിലും അന്വേഷിക്കുന്നത്, അല്ലേ? എന്നാൽ പതഞ്ജലി പറയുന്നത് ഇതിനെയെല്ലാം അറിയുന്ന, അനുഭവിക്കുന്ന ഞാൻ ആരാണ്, ആ ഞാൻ്റെ സ്വരൂപം എന്താണ്, അതാണ് യോഗസൂത്രയുടെ. ഈ അന്വേഷണത്തിൽ തന്നെ രണ്ട് തരമുണ്ട്. ഈ എന്തിനന്വേഷിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? ഞാൻ ആരാണ്, ലോകം എന്താണ്? അതാണ് ആത്മീയതയുടെ സോഴ്സിലേക്ക്, എവിടെ നിന്ന് നിങ്ങൾ വന്നു, യഥാർത്ഥ ഉറവിടം എവിടെയാണ്, ഇതൊക്കെയാണ് സോഴ്സിലേക്കുള്ള, കാര്യകാരണ ബന്ധങ്ങളിലേക്കുള്ള നീക്കമാണ്. ഇതിന്റെ അടിസ്ഥാനം ഭാരതീയ പല മതങ്ങളിലും അത് ഭയമാണ്. അന്വേഷണം മുഴുവൻ ഉണ്ടായത് ഭയത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിൽ ആളുകളെ നിർത്തുന്നത് ഭയപ്പെടുത്തിയ. എന്നാൽ ഭാരതീയ മതങ്ങളുടെ അന്വേഷണം ഒരിക്കലും ഭയമായിരുന്നു, പകരം എന്തായിരുന്നു? ജിജ്ഞാസയിൽ നിന്ന്. ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം, ജിജ്ഞാസ, അതിൽ നിന്നാണ് യഥാർത്ഥമായിട്ടുള്ള അന്വേഷണം. അപ്പൊ അതില് പറയുന്നു, ആദ്യത്തെ സൂത്രം അധ യോഗാനുശാസനം. അതിൽ തന്നെ പല വ്യാഖ്യാനം. ഈ അധ എന്ന വാക്കിന് മംഗളകാരിയായുള്ള ശബ്ദം, എല്ലാം മംഗളകാരിയായിട്ട് അവസാനിക്കുന്ന ഒരു കാര്യം എന്നർത്ഥമുണ്ടെന്ന് പറഞ്ഞു.
അധ എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി എന്നർത്ഥം ഉണ്ടെന്ന് പറയും. അല്ലേ? നമുക്കത് മംഗളകാരിയായിട്ടുള്ള യോഗയെ ഞാൻ ശാസനം ചെയ്യുന്നു. അപ്പോൾ ഈ ശാസനം ചെയ്യാന്ന് പറയുമ്പോൾ ശാസിക്കപ്പെട്ട ശാസ്ത്രത്തെ പറ്റിയുള്ള നിർവചനം ശാസിക്കപ്പെട്ടത് എന്താണ്? ശാസിക്കപ്പെട്ടതും ഈ അധ്യയനം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം. അപ്പോൾ അറിവുകള് ഷഡ്ദർശനങ്ങളുടെ ഭാഗമാണ് യോഗ. അങ്ങോട്ടും ഞാൻ കിടക്കണില്ല, കാരണം അതൊക്കെ പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഇതതിൻ്റെ ഒരു നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് യോഗസൂത്ര വ്യാഖ്യാനത്തിനുള്ളതല്ല. വളരെ അത്യാവശ്യമായുള്ള ഒരു കാര്യം, അത് തുടക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ. അപ്പൊ അതില് ഭയം അധ യോഗാനുശാസനം. അധ എന്ന് പറഞ്ഞു ഇനി എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ മംഗളകാരിക ശബ്ദമുണ്ട്. അപ്പൊ യോഗയിലേക്ക് നമ്മൾ പറയുന്ന സമയത്ത് യോഗയ്ക്ക് മുൻകൂടി അതായത് ഒരു ആൾക്ക് യഥാർത്ഥമായുള്ള ജിജ്ഞാസ വന്നു, അയാൾക്ക് സൗഖ്യത്തിലേക്ക് പോകണം എന്നുള്ള ജിജ്ഞാസ വന്നു, അതിനുശേഷം ഞാൻ അതിന് ശാസിക്കുന്നു എന്ന് പറയാം. അതല്ലെങ്കിൽ യോഗയിലത്തെ നിയമങ്ങൾ എല്ലാം നമ്മൾ പാലിച്ച ശേഷം നമ്മൾ യോഗയിലേക്ക് കടക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളുടെ മംഗളകാരിയായ ശബ്ദം അത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ശാസ്ത്രവും ജ്ഞാനവും തമ്മിലുള്ള ഒരു പ്രശ്നം, വ്യത്യാസം എന്താണ്? ജ്ഞാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഞാനൊരു കുറച്ചൊരു ജ്ഞാനം പറയുന്നു, അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗമാക്കി കേട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ ആ ജ്ഞാനം നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കപ്പെടണമെന്ന് ഒരു നിർബന്ധമില്ല. എന്നാൽ ശാസ്ത്രങ്ങളല്ല, ശാസ്ത്രങ്ങൾ അത് നിഷ്കർഷിച്ചിരിക്കുക, അതായത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ചെയ്യാനുള്ളത്, നമുക്ക് പരിശീലിക്കാനുള്ളതാണ്, അനുഭവിക്കാനുള്ളതാണ്, പരീക്ഷിച്ച് നോക്കാനുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം എന്ന് പറഞ്ഞപ്പോൾ ആധുനിക ശാസ്ത്രത്തെ എടുത്ത് ഭൗതിക ശാസ്ത്രം. ഭൗതിക ശാസ്ത്രം നമ്മൾ ജീവിതത്തിൽ പകർത്തിയത് കൊണ്ടാണ് നമ്മുടെ ജീവിതം എങ്ങനെയായത്. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല നമ്മുടെ ജീവിതം, അല്ലെ? കാട്ടിലൊക്കെ ഉള്ള അവസ്ഥ ആലോചിച്ചു ശാസ്ത്രം തന്നെയാണ്. എന്നാൽ അത് നമുക്ക് മനസ്സിലാവില്ല, നമ്മളത് അറിയാണ്ട് അനുഷ്ഠാനങ്ങളിലൂടെയോ അല്ലെങ്കിൽ കണ്ടുപഠിച്ചിട്ടോ അല്ല. ശാസ്ത്രം മനുഷ്യ ജീവിതത്തിൽ, ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു, അല്ലെ? നമ്മളൊരു കറി ഉണ്ടാക്കുന്ന പോലെ ശാസ്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് കറി, ഭക്ഷണം ഏറ്റവും ചുരുക്കി പറഞ്ഞു പല യന്ത്രങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് കണ്ടീഷനിങ്ങിൽ പെട്ടുപോയിരിക്കും. നമ്മളൊരു കമ്പ്യൂട്ടർ സയൻസ് ഡിജിറ്റൽ മേഖല എടുക്കുക, അതാണ് നമ്മളിലേക്ക് വന്നാണ്. അത് പുതിയ കുട്ടികളാണെങ്കിൽ അവരതിലേക്കാണ്, നമ്മൾ ഏതൊക്കെ മുമ്പുള്ള ശാസ്ത്രങ്ങളിലേക്കാണ് നമ്മൾ വന്നത്. എന്നാൽ ഡിജിറ്റൽ മേഖലയിലേക്ക് അത് നമ്മളിലേക്ക് വന്നാണ്, കാരണം അതില്ലാത്ത കാലത്തും നമ്മൾ. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നുണ്ടോ ഇല്ലയോ ആലോചിച്ചു. അത് ഭാഗമാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതം, ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു, ആ ബിസിനസ് നിങ്ങൾ ഡിജിറ്റൽ മേഖലയെ ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം, ഭാഗമാക്കിയിട്ടില്ലെങ്കിൽ അവരുടെ ജീവിതം എന്തായാലും ഡിഫറെന്റ് ആയി, ഒരു സംശയമുണ്ട്, അല്ലേ? കാരണം ഇപ്പൊ ആളുകൾ മുഴുവൻ ഫോണിലാണുള്ളത്. അപ്പോൾ നമ്മൾ പഴയ രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതുപോലെയാണ് ആന്തരിക സയൻസ്, ശാസ്ത്രം നിങ്ങൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആന്തരികതയിൽ വ്യത്യാസം. നിങ്ങളുടെ ആന്തരികതയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ബാഹ്യ ലോകത്തും പ്രതിഫലിക്കും. അപ്പം നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളും ചെയ്യാത്തൊരാളും, അതിൽ യോഗയെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ പരിശീലിക്കുന്ന യോഗ അല്ല കേട്ടോ. അത് യോഗയുടെ വിപരീയം വന്നൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഫുള്ളായിട്ട് ആസനാസ് ചെയ്ത് നിൽക്കാനൊന്നും യോഗ പറയുന്നില്ല. ആസനാസ് എന്തിനു വേണ്ടിയിട്ടാണ്? ആസന ശരീരത്തെ ക്രമപ്പെടുത്തി, ഗ്ലാൻഡിനെ ക്രമപ്പെടുത്തി നിങ്ങൾക്ക് സുഖമായി ഇരിക്കണം, അതിനു വേണ്ടിയാണ്. അതിൽ പറഞ്ഞിട്ടുള്ള പല ആസനങ്ങൾ യോഗാസന പദ്ധതിയുടെ ഭാഗം പോലും ആയിരിക്കില്ല പലരും കൂട്ടിച്ചേർത്ത്, ശരീരത്തെ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ശരീരം ഇന്നത്തെ അവസ്ഥയ്ക്ക്, ഇന്നത്തെ സാമൂഹ്യാവസ്ഥയ്ക്കൊക്കെ എന്താ പറയുക, സമായോജിച്ച് നിൽക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. മാനസിക പ്രശ്നങ്ങളും അതിനൊക്കെ നമുക്ക് യോഗയിലുള്ള കാര്യങ്ങൾ എടുത്ത് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയായത്. പ്യുവർ യോഗ അതല്ല. പ്യുവർ യോഗ എന്ന് ഫലിക്കുകയില്ല. കാരണം എന്താ? ഇന്നത്തെ മനുഷ്യന്റെ ചുറ്റുപാട് ആന്തരികം. അതുകൊണ്ടൊക്കെയാണ് ഓഷോ ഡൈനാമിക് മെഡിറ്റേഷനും കുണ്ടലിനി മെഡിറ്റേഷനും ഒക്കെ പിന്നീട് കൊണ്ടുവന്നത്. എന്താ കാരണം?
അത് മറ്റു പലതും നമ്മൾ ആക്ട് ചെയ്യാത്ത അവസ്ഥയിൽ നമ്മളെ മനസ്സ് കണ്ടീഷൻ ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് അതും നമുക്ക് ഓർമ്മ. നമ്മളിവിടെ പറയുന്നത് ഇതിന്റെ ക്രക്സ് ആയിട്ടുള്ള യോഗ സൂത്രയായതുകൊണ്ട് അത് എല്ലാ കാലത്തേക്കും ഏത് കാലത്തും അത് പ്രസക്തം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ശാസിക്കപ്പെടേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അതില് നമ്മളത് കൂടുതൽ നമ്മളതേപ്പറ്റി പറയുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുറത്തുള്ള സയൻസും നമ്മുടെ അകത്തുള്ള സയൻസും, ആ വ്യത്യാസം മനസ്സിലാക്കും. ഇത് പരസ്പരം കണക്റ്റഡ് ആണ് കേട്ടോ, ഇത് പരസ്പരം ബന്ധമുണ്ട്. അപ്പം അതിൽ പുറത്തെ സയൻസ് പുറത്തുള്ള ജീവിതത്തെ മാറ്റുമ്പോൾ അകത്തിനെ പറ്റിയുള്ള സയൻസ് അകത്തിനെ മാറ്റും. അപ്പോൾ ഇതെന്താണ്? അകത്തിന് ഉള്ളിനെ മാറ്റാൻ, നമ്മുടെ ആന്തരികതയെ മാറ്റാൻ. അപ്പോൾ ആന്തരികത എന്താണ്? അപ്പോൾ പിന്നീട് പറയുന്നത് നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള ഒരു സാധനം, യോഗ ചിത്തവൃത്തി നിരോധം. ചിത്തവൃത്തി നിരോധം. അപ്പോ അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യോഗ ചിത്തവൃത്തി, നിങ്ങൾ ചിത്തവൃത്തികളെ നിരോധിക്കൂ, അപ്പം നിങ്ങളിൽ യോഗം സംഭവിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എൻ്റെ റിയൽ മീനിങ്. ചിത്തവൃത്തികളെ നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റില്ല. കാരണം എങ്ങനെ നിങ്ങൾ ചിത്രവൃത്തികളെ നിരോധിച്ചു കഴിഞ്ഞു, പിന്നീട് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സോഴ്സ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിങ്ങുകളെ മാറ്റണം എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടിക്കാലത്തുള്ള പ്രോഗ്രാമിങ് അതിനെ കണ്ടെത്തി ഉടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫീലിങ്സിനെയും ചിന്തയും മാറ്റാൻ പറ്റൂ നമ്മൾ പറയാൻ കാരണം. ഇവിടെയാണ് നമ്മുടെ തെറാപ്പികളുടെ ഒക്കെ പ്രസക്തി. ഓഷോവും പറഞ്ഞ തെറാപ്പികൾ, മനസ്സിന്റെ തെറാപ്പികൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, റിയലായുള്ള തെറാപ്പി. അപ്പൊ യോഗ ചിത്തവൃത്തി നിരോധം. ചിത്തവൃത്തികളെ നിരോധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ എടുത്ത് ഇവിടെ കൊണ്ട് ഒന്ന് നിരോധിക്കുമ്പോൾ വേറൊന്ന് വരും, അതിനെ നിരോധിക്കുന്നത് വേറെ 3 വേറെ വരും. ഇങ്ങനെ ചിത്തവൃത്തികൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളിൽ ചിത്തവൃത്തി നിരോധിച്ചിട്ട് നിങ്ങൾ യോഗയിലേക്ക് എത്തുക എന്നല്ല അതിനർത്ഥം. ശരിക്കും അതിനർത്ഥം നിങ്ങളിൽ യോഗം സംഭവിക്കുമ്പോൾ ചിത്തവൃത്തികൾ ഇല്ലാതാവുന്ന ശരിക്കും അതിനെ നമ്മൾ വ്യാഖ്യാനം. നിങ്ങൾ യോഗം സംഭവിക്കട്ടെ. യോഗം സംഭവിക്കുമ്പോഴാണ് ചിത്തവൃത്തികൾ. അപ്പൊ അങ്ങനെ യോഗം സംഭവിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ അവിടെയാണ് അടുത്തത് നമ്മൾ നോക്കേണ്ടത് യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിത്തവൃത്തികൾ എന്താണ്? ചിത്തവൃത്തികൾ എന്ന് പറയുന്നത് പിന്നെ എന്താ വൃത്തികൾ എന്ന് പറഞ്ഞാൽ തരംഗ രൂപത്തിലാണ്. നമ്മളൊരു കുളത്തിലേക്ക് കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തരംഗങ്ങൾ വരും. ആ തരംഗങ്ങൾ പോലെയാണ്. ആ തരംഗങ്ങൾ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം എന്താണ്? അത് ആവർത്തന സ്വഭാവമുള്ളതാണ്, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകളൊക്കെ ആവർത്തന സ്വഭാവമുള്ളത്. ഇന്നലെ ചിന്തിച്ച കാര്യം തന്നെ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ചിന്ത ഇന്നലെ വന്ന ചിന്ത തന്നെയാണ്. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നല്ലാതെ സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് വരുന്ന ചിന്തകളെല്ലാം ആവർത്തനം. എന്തുകൊണ്ടാണ് ആവർത്തനം നിങ്ങൾക്ക് അറിയാം അല്ലേ? ആത്മശക്തി പ്രക്രിയ കഴിഞ്ഞാൽ, കാരണം ഒരു പ്രോഗ്രാമിംഗ് അവിടെ കിടക്കുന്നുണ്ട്. അത് കിടക്കുന്നിടത്തോളം ആ പ്രോഗ്രാമിംഗ് അതേ കൊണ്ടുവരുള്ളൂ. ഒരു കല്ല് അവിടെ വീണിട്ടുണ്ട്, അതുകൊണ്ടാണ് റിപ്പിൾസ് ഉണ്ടാകുന്നത്. ആ റിപ്പിൾസിന്റെ വലുപ്പം എങ്ങനെയായിരിക്കും? ആ കല്ല് വീണതിന്റെ ആഘാതം എത്രയായിരിക്കും? എന്താണ് ആ കല്ല് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ ശരിക്കും വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ശ്രദ്ധയുള്ളവൻ അത് മനസ്സിലാവില്ല. എന്താണ് കല്ലുകൾ എവിടുന്ന് വന്നു അല്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കും നിങ്ങൾ. നമ്മുടെ ആത്മശക്തി പ്രക്രിയയുടെ ബേസിസ് ആയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കല്ലുകൾ എന്താണ്? നമ്മുടെ മനസ്സ് പാകമല്ലാത്ത സമയത്ത് നമ്മളിലേക്ക് വന്നിട്ടുള്ള തീഷ്ണമോ നല്ലതോ ആയ അനുഭവം. നല്ല അനുഭവമാണെങ്കിൽ അതിനുവേണ്ടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. തീഷ്ണമാണെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, അല്ലേ? വളരെ മനോഹരമാണ്. ആ കല്ല് ഏതാണ്? നമ്മുടെ ജീവിതത്തിലൊക്കെ മനസ്സിലൊക്കെ വീണിട്ട് ആ കല്ല്, ആ വൃത്തികൾ ഉണ്ടാക്കുന്ന കല്ല് ഏതാണ്? ആ കല്ല് കണ്ടെത്തിയിട്ട് ആ ആഘാതത്തെ നമ്മൾ നിരോധിക്കാതെ, തിരിച്ചറിയാതെ നമുക്കെന്ത് സംഭവിക്കില്ല? നമുക്ക് ചിത്തവൃത്തി നിരോധം സംഭവിക്കില്ല എന്നാണ്. അപ്പം വൃത്തി ഉള്ളവരെ അല്ല
യോഗികൾ എന്ന് പറയുന്നത് വൃത്തിയില്ലാത്തവരെ. വൃത്തിയുള്ളവരെ നമ്മൾ വൃത്തിയുള്ളവരാവാൻ ആഗ്രഹിക്കുന്നത്, അതായത് വൃത്തിയുള്ളവരായി മാറുക, വൃത്തിയില്ലാത്തവരായിട്ട് മാറുക. വൃത്തി വേണ്ടാന്നാ പറയുന്നത്. അത് വൃത്തിയില്ലാതാവണം. വൃത്തിയില്ലാത്തവരായിട്ട്, വൃത്തികെട്ടവരായിട്ട് മാറണം. വൃത്തികെട്ടവരായിട്ട് മാറണമെങ്കിൽ യോഗം സംഭവിക്കണം. അപ്പം അതിൽ അടുത്ത് തഥാദൃഷ്ടു സ്വരൂപേവ സ്ഥാനം. അങ്ങനെ വൃത്തി കെട്ടുകഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്വരൂപത്തെ, യഥാർത്ഥത്തിലുള്ള സ്വരൂപം എന്താണ്? സ്വരൂപം ആത്മ. ആത്മയാണ് സ്വരൂപം. സ്വരൂപത്തെ അറിയും. അങ്ങനെ ആ വൃത്തികളെ നിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രിയയാണ് നമ്മുടെ ത്രാടക പരിശീലനം. അപ്പോ ത്രാടകത്തിന് വേണ്ടിയിട്ടാണ് സ്വരൂപത്തെ അറിയാൻ. വൃത്തികൾക്കും അലകൾക്കും അപ്പുറത്ത്, അതിനും ആഴത്തിൽ യഥാർത്ഥമായിട്ടുള്ള യോഗി എന്ത് ചെയ്യുന്നു? സ്വരൂപത്തെ അറിയുന്നു. എങ്ങനെ സ്വരൂപത്തെ അറിയുന്നു? വൃത്തികൾ ഇല്ലാതായി. വൃത്തികൾ ഇല്ലാതായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? യോഗം സംഭവിക്കണം. നമ്മുടെ യോഗം സംഭവിക്കണം. അങ്ങനെ യോഗം സംഭവിക്കാനുള്ള ശാസിക്കപ്പെട്ട ക്രിയകളെ, അത് ശാരീരികമാവാം, അത് മാനസികമാവാം, ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാവാം. ശ്വാസം എന്താ ചെയ്യുന്നത്? പ്രാണായാമം എന്താ ചെയ്യുന്നത്? റിതമെറ്റിക് ആൻഡ് ഡീപ് ബ്രീത്തിങ് ആണ്. റിതമെറ്റിക് ആൻഡ് ഡീപ് ബ്രീത്തിങ് ചെയ്യുമെന്ന് സംഭവിക്കുന്നു, അവിടെ നിങ്ങളുടെ ചിന്തകളുടെ ചിന്തകൾ തകിടം അറിയുന്നില്ല, അതിന്റെ ക്രമം കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പം അതിന്റെ ഉള്ളിൽ നമുക്ക് എന്താണുള്ളതെന്ന് നമുക്ക് കാണാം. ശരിക്കും എന്താ ഉള്ളത്? ഇത് ആവർത്തന സ്വഭാവമാണ്. അതിങ്ങനെ അതേപോലെ വന്നു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ആവർത്തിക്കപ്പെടുന്നത്. ജീവിതം എവിടെ ആവർത്തിക്കപ്പെടുന്നു? നമ്മളിൽ മാത്രമല്ല, നമ്മുടെ കുട്ടികളിലും കുറേയൊക്കെ. ഇപ്പോൾ അച്ഛന് ശ്വാസം മുട്ടുണ്ടെങ്കിലും മകനും ശ്വാസം മുട്ട് വരുന്നത് യഥാർത്ഥത്തിൽ അത് പകരുന്നത് മനസ്സിൽ കൂടിയാണ്. അല്ലാണ്ട് ശരീരത്തിൽ കൂടെ ജീൻ പകരുന്നല്ല. കാരണം ഇയാൾ കൊടുക്കുന്ന വൃത്തികൾ അല്ലെങ്കിൽ ഇവർ കൊടുക്കുന്ന വൃത്തികൾ തന്നെയാണ്, അനുഭവങ്ങൾ തന്നെയാണ് നമ്മുടെ താഴോട്ടുള്ളത് ഒരു പരിധി വരെ. ഇടയ്ക്കൊക്കെ അതിൽ നിന്ന് ആത്മാവ് കുതറി മാറാനുള്ള ശ്രമത്തിൽ നിന്നാണ് പല വിപ്ലവങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് വീടുകളിലൊക്കെ. അച്ഛനും അമ്മയുടെ കലാപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതാണ്, ആത്മീയമാണ്. അച്ഛനെ നിഷേധിക്കുക, അമ്മയെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ അത് ആത്മീയമായുള്ള ഒരു കലാപം. ആ വൃത്തി എനിക്ക് വേണ്ട എന്ന് നമ്മുടെ ആത്മ റിജക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ കലഹങ്ങളും വരുന്നത് യഥാർത്ഥത്തിൽ അതിൽ നിന്നാണ്, നിഷേധത്തിൽ നിന്നാണ്. ആ നിഷേധം ശരിയായ നിഷേധം, ഒന്നിനെ നിഷേധിക്കുമ്പോഴേ, സ്വാഭാവികമായി നിഷേധിക്കുമ്പോഴേ യഥാർത്ഥമായിട്ടുള്ളത് എത്തുള്ളൂ. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിങ്ങുകളല്ല നമ്മൾ കുട്ടികൾ, ശാസ്ത്രങ്ങളാണ്. അത് നമ്മൾ ശാസ്ത്രീയമായിരിക്കണം. ശാസ്ത്രം എന്ന് പറയുന്നത് ബാഹ്യശാസ്ത്രമല്ല, ഞാൻ പറയുന്നത് ആന്തരിക ശാസ്ത്രം. അപ്പം അതാണ് അതിന്റെ വൃത്തി. ഇനി മറ്റുള്ളവർ എന്ത് സംഭവിക്കുന്നു? മറ്റുള്ളവർക്ക് സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് വൃത്തികളോട് സാരൂപ്യം പ്രാപിക്കുന്നു. ജീവിതം എന്താണ്? ഈ അലകളാണ്. ഈ അലകളിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അലകളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിക്കുന്നു. ഒരിക്കലും സ്വരൂപത്തെ അറിയും. ഈ അലകളിൽ പെട്ടുപോയിരിക്കുന്നു. അലകളാണ് നമ്മൾ ചുറ്റും കാണുന്ന. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഫേസ്ബുക്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡുകൾ അല്ലേ? ഫോട്ടോ എടുത്തിട്ട് പല പല ആഘോഷം, പല രീതിയിലുള്ള കാര്യങ്ങൾ. അത് മോശമായിട്ടല്ല പറയുന്നത്, അത് അലകളാണ്, യാഥാർത്ഥ്യമാണ്. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉള്ള നിങ്ങളുടെ ഇമേജ്, നിങ്ങൾ ഒരാളെ കാണുന്നു, അയാളുടെ ഇമേജും അയാളുടെ റിയാലിറ്റിയും ആയിട്ട് എത്ര വ്യത്യാസം ഉണ്ടാവും? അതെന്താണ്? അലകളാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്, നമ്മൾ അഭിനയിക്കുകയാണ്. അപ്പൊ അവർക്കൊരിക്കലും അങ്ങനെ വൃത്തികളുമായിട്ട് മാത്രം താതാത്മ്യം പ്രാപിക്കുന്ന ആളുകളുടെ പ്രശ്നം എന്താ? അവരൊരിക്കലും സ്വരൂപം മറിഞ്ഞിരിക്കും. എന്താ സംഭവിക്കുക? സ്വരൂപത്തിന് എന്തൊക്കെ പ്രാധാന്യം, എന്തൊക്കെ ഗുണങ്ങളുണ്ട്, അതൊന്നും നമ്മളിൽ ഉണ്ടാവില്ല. സ്വരൂപത്തിന് എന്തെല്ലാം ആനന്ദം സ്വരൂപത്തിന്റെ ദിഷണം, എന്താ പറയുക, സമഷ്ടിയെ ദൈവികത അറിയാനുള്ള കഴിവ്, ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം സ്വരൂപത്തിന്റെ പ്രത്യേകതകൾ. ആ സ്വരൂപത്തിന് നമ്മൾ അറിയുമ്പോൾ ഇതെല്ലാം നമുക്ക് സംഭവിക്കും, നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നാൽ സ്വരൂപത്തെ അറിയാതെ വൃത്തികളുമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ മനസ്സിലൊരു ചിന്ത വരുന്നു, പഴയ കാലത്തുണ്ടായ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ദുഃഖമോ അല്ലെങ്കിൽ ദേഷ്യമോ ഒക്കെയാണ്. ഒരാളോട് നമുക്ക് ദേഷ്യമുണ്ട്, അച്ഛനോട് ദേഷ്യമുണ്ട്, ആ ദേഷ്യം നമ്മൾ വേറൊരാളോട് പ്രകടിപ്പിക്കുന്നു.
അതെന്താണ്? വൃത്തികളുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കും. ആ വൃത്തികളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മുടെ സ്വരൂപത്തിലേക്ക് നമുക്ക് എങ്ങനെ പോവാം? അതാണ് യോഗയുടെ അന്വേഷണം എന്ന് പറയുന്നത്. അപ്പൊ അതില് ഒരു കാര്യം കൂടി ഉണ്ട്. ഇനി ചോദിക്കുകയാണ്, ഇത് സ്വരൂപത്തെ അറിയണമെങ്കിൽ, ഇതിനെ അറിയണം, ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ഇങ്ങനെയുള്ള സാധനത്തെ അറിയുമ്പോൾ, ഇപ്പൊ നമ്മളൊരു സാധനം വന്നിട്ട് എന്താണ് വസ്തു? സ്വർണ്ണമാണ്, വെള്ളിയാണ്, സ്റ്റീലാണ്, ഇതെല്ലാം കൂടി പഞ്ചലോഹം, ഇതെല്ലാം ഇത് എന്താണ് ഇതിന്റെ എലമെന്റ്? അപ്പൊ ശാസ്ത്രമൊക്കെ ആണെങ്കിൽ എന്തൊക്കെ എലമെന്റ്സ് ആണ് ഉണ്ടാക്കിയത്? മൂലകങ്ങൾ, ഇതിലുള്ള മൂലം. അപ്പൊ സയൻസ് പഠിക്കണം, വെള്ളം മൂലകം എന്താണ്? അത് ഹൈഡ്രജനും ഓക്സിജനും കൂടി കൂടിയിട്ടുണ്ട്. പിന്നെ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് എന്ന് പറയും. യോഗ പറയുന്നു നിങ്ങൾ ഉണ്ടാക്കിയിരിക്കും അടിസ്ഥാനപരമായിലേക്ക് പോവാം. നമ്മള് ഒരു ജ്യൂസ് കുടിക്കണം, അതിൽ എന്തൊക്കെയാ ഉള്ളത്? നമ്മൾ അതിൽ മുസമ്പി ഉണ്ട്, പഞ്ചസാര ഉണ്ട്, ഐസ് ഉണ്ട്, വെള്ളമുണ്ട്. എന്നാൽ ശാസ്ത്രം പറയുന്നു ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മുസമ്പി കൊണ്ടൊന്നുമല്ല, അതിലുള്ള കുറെ ആറ്റങ്ങൾ കൊണ്ടാണ്, ചില തന്മാത്രകൾ കൊണ്ടാണ് എന്ന് ശാസ്ത്രം പറയുന്നു. അതേപോലെ യോഗ പറയുന്നു നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ട്. ആ സത്വരജസ്തമോ ഗുണങ്ങളെ അറിയാതെ, അതിൽ മാറ്റം വരുത്താതെ, അതിനെ 5 കാര്യങ്ങളായിട്ട് ഭാഗിച്ച് പുഷ്ടമെന്ന വൃത്തി 5 വൃത്തികളുണ്ട്. അത് നമുക്ക് ഇന്ന് സമയം ഉണ്ടാവില്ല, വേറെ സമയം ഉണ്ടെങ്കിൽ പറയാം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ഈ സത്വ രജസ് തമോ ഗുണങ്ങൾ, അപ്പം ഈ രജസ് എന്ന് പറയുന്നത്, സോറി, തമസ് എന്ന് പറയുന്നത് സ്ഥിതിയാണ്, അനക്കമില്ലാത്ത അവസ്ഥയ്ക്ക്. തമസ്സിന് അനക്കം കുറവായി. ഇനി എന്താണ് രജസ് എന്ന് പറഞ്ഞാൽ? അത് അനക്കമാണ്, പ്രവൃത്തികളാണ്, മൂവിങ് ആണ്. അനക്കമില്ലാത്തത് മൂവിങ്. ഇനി എന്താണ് സത്വം എന്ന് പറയുന്നത്? സത്വം പ്രകാശമാണ്, പ്രകാശമാണ്, എന്റെ സ്വഭാവം പ്രകാശം. അപ്പോൾ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അനക്കമില്ലായ്മ എവിടുന്നാ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, തമസ് എവിടുന്നാ വരുന്നത്? ഇരുട്ടാണ്, ഇരുട്ട് എന്ന് പറയുന്നത് എന്താണ്? ആ പ്രകാശത്തെ മറഞ്ഞിരിക്കും. നമ്മുടെ സ്വരൂപത്തെ എന്തുകൊണ്ടോ അജ്ഞാനം കൊണ്ട് നമ്മൾ മറഞ്ഞിരിക്കുമ്പോൾ, എത്രമാത്രം മറഞ്ഞിരിക്കുന്നു അത്രയും നമ്മൾ ഇളക്കമില്ലാത്തവരായിട്ട്, പ്രകാശമില്ലാത്തവരായിട്ട്, ചലനമില്ലാത്തവരായിട്ട്. അവിടെയാണ് ഈ ഭൂമിയിൽ നമ്മൾ ചുറ്റും സൃഷ്ടിച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ, സൃഷ്ടിയിൽ താണവ എന്ന് പറയപ്പെടുന്ന സസ്യങ്ങൾ അല്ലെങ്കിൽ താഴെത്തട്ടുള്ള എന്ന് പറയുന്ന ഭൂമി, ഇതെല്ലാം നിശ്ചലമാണ്. എവിടെ ജീവൻ വരുന്നു അവിടെ ചലനങ്ങൾ. മനുഷ്യരിൽ തന്നെ ചലനങ്ങൾ, വളർച്ചയുള്ള ആളുകളും വളർച്ചയില്ലാത്ത ആളുകൾ. അതാണ് നമ്മൾ കർമാത്മയിലൊക്കെ 7 തലം, സോളിന്റെ 7 തലം അങ്ങനെ മനസ്സിലാക്കുന്നത്. ആ ക്രമത്തിലാണ് നമ്മൾ കർമാത്മയിൽ 7 സോൾ ലെവൽ. അത് മറ്റൊരു തരത്തിൽ നിങ്ങൾ വ്യാഖ്യാനിച്ചോളാം. അപ്പോൾ തമസിൽ നിന്ന്, അപ്പോൾ ഈ പ്രകാശത്തിലേക്ക് എത്തണമെങ്കിൽ, പ്രകാശത്തിൽ നിന്നാണ് നമ്മൾ വന്നത്, നമ്മൾ പ്രകാശമാണ്. അത് മറയ്ക്കപ്പെട്ടത് കൊണ്ട് തമസ്സായി, അവിടെ ചലനമില്ലാതായി. അവിടെ നിന്ന് നമ്മൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? പ്രകാശത്തിലേക്ക് തന്നെയാണ്. പ്രകാശത്തിനുള്ള സ്വരൂപ പ്രകാശബോധമാണ്, 100% ജ്ഞാനം, 100% ജ്ഞാനം. തമസ് എന്താണ്? 100% ജ്ഞാനമില്ലാത്ത ഒന്നും വേണ്ട. നമ്മളിവിടെ ഒരു ലൈറ്റ് കത്തിച്ചു വെച്ചിരിക്കുന്നു, ഒരു ബ്ലാക്ക് കർട്ടൻ ഇവിടെ ഇട്ടിരിക്കുന്നു, അതിന്റെ അപ്പുറം എന്തായിരിക്കും, ഇപ്പുറം എന്തായിരിക്കും? അത് തന്നെയാണ് അവസ്ഥ. ഇനി എന്താണ് ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജീവിതം എന്ന് പറയുന്നത് ഈ തമസ്സിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള യാത്ര. അതാണ് തമസ്സോമ ജ്യോതിർഗമയ എന്ന് പറയാൻ കാരണം. തമസ്സോമ ജ്യോതിർ, ഈ തമസ്സിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള യാത്രയാണ്. ആ തമസ്സിൽ നിന്നുള്ള പ്രകാശത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ രജോ ഗുണങ്ങൾ ചലിക്കുക, ഒന്ന് പടയ്ക്കുക. അപ്പൊ രജോ ഗുണങ്ങൾ മുഴുവൻ സാത്വികത്തിലേക്കുള്ള യാത്രയാണ്. ഈ തമസ്സും രജസ്സും സാത്വികവും
എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി എന്താ പറയാ അസ്തമയത്തിൽ നിന്ന് വന്നിട്ട് പുലരിയിലേക്ക് വരുമ്പോൾ ആ ഓരോ സമയത്തുള്ള ഇരുട്ടിന്റെ പ്രകാശത്തിന്റെ അളവിൽ വ്യത്യാസം. അപ്പോൾ ലോകത്ത് നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ അളവിൽ സത്വ രജസ് തമോ ഗുണങ്ങളുടെ സമ്മിശ്രണമാണ് നമുക്ക് ചുറ്റും. ഒരു അന്വേഷകൻ എന്ന് പറയുന്നത് അത് തിരിച്ചറിയുന്നു. ഈ സത്വ ഈ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലൂടെ. ഇപ്പൊ രജോ ഗുണം ഒരാൾക്ക് ഉണ്ടാവാൻ കാരണം എന്താ? രജോ ഗുണം മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാത്വികത്തെ അപേക്ഷിച്ച് താഴെയാണെന്ന് ആവശ്യം പറയാം. 7ാം ക്ലാസ് 1ാം ക്ലാസ് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി 1ാം ക്ലാസ്, പ്രീ ഡിഗ്രിനേക്കാളും പ്ലസ് ടുവിനേക്കാളും താഴ്ന്ന ക്ലാസ്സാണ് 1ാം ക്ലാസ്. പക്ഷെ മോശം എന്ന് പറയാൻ പറ്റില്ല. കാരണം 1ാം ക്ലാസ് പഠിക്കാതെ നമുക്ക് പ്ലസ് ടു എത്താൻ പറ്റില്ല. അതേപോലെ തന്നെ തമസിൽ നിന്ന് രജസിലേക്കുള്ള രജസിലൂടെ അല്ലാതെ നമുക്ക് എങ്ങോട്ട് എത്താൻ പറ്റില്ല? സത്യത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും സാത്വിക ഗുണത്തിനേക്കാളും മോശമാണ് രജോ ഗുണം, രജത്തിനേക്കാളും. അങ്ങനെയല്ല, എല്ലാം ആക്സെപ്റ്റ്. അവിടെയാണ് നമ്മൾ ലാസ്റ്റിൽ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ മറയെ കർട്ടനൊക്കെ ഇട്ടത്? ഇതൊരു കളിയാണ്, ഇറ്റ്സ് എ പ്ലേ, അല്ലാണ്ട് വേറൊന്നുമില്ല ഇതിനകത്ത്. പ്ലേയിൽ ചിലപ്പോൾ ചില നടന്മാര് വേലക്കാരെ വേഷം കെട്ടും, ചില ആളുകൾ ചിലപ്പം രാജാവിന്റെ വേഷം കെട്ടും, ചില ആളുകൾ അടിമേന്റെ വേഷം കെട്ടും, ചില ആളുകൾ ഭൃത്യന്റെ വേഷം കെട്ടും, അങ്ങനെ പല 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 വേഷങ്ങൾ കെട്ടും. പക്ഷേ നടന്മാരെല്ലാവരും ഒന്നുപോലെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ജീവിതത്തിൽ സത്വ രജസ് തമോ ഗുണങ്ങൾ ഈ കട്ടൻ ഇട്ടതിന്റെ പേരിൽ പലതരത്തിൽ അതിൽ നിന്ന്. അപ്പൊ അവിടെയാണ് നമ്മൾ ആക്ഷൻ. എന്തിനാണ് എല്ലാ ആക്ഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളും, ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഈ സാധനം ഇപ്പൊ നമ്മൾ ബ്രഹ്മമാണ്, നമ്മൾ സ്വരൂപമാണ്, നമ്മൾ ബ്ലിസ്സാണ് എന്നൊക്കെ നമുക്ക് അറിയാം, നമ്മൾ താത്വികമായിട്ട് അറിയാം. പക്ഷെ നമ്മൾ അതല്ല ഇപ്പൊ. അപ്പൊ അതിലേക്ക് പോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മളാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്? നമ്മൾ സാക്ഷാത്കരിക്കുക. അപ്പൊ സാക്ഷാത്കരിക്കണം, അതിനാണ് നമ്മൾ സാധന. ജീവിതത്തിൽ എല്ലാ ആക്ഷൻ സാധന, എവറിത്തിങ്. നമുക്ക് ആഗ്രഹങ്ങൾ വരുന്നു, ഭയം വരുന്നു, എല്ലാം എല്ലാം സാധന. പ്രകൃതിയിൽ എന്തെല്ലാം നടക്കുന്നു അതെല്ലാം സാധന. മറ്റേത് നമ്മൾ ബോധപൂർവമായിട്ട് സാധന ചെയ്യുന്നു. അത് ഉയർന്ന തലത്തിൽ സാത്വിക ഗുണം കൂടുതലുള്ള ആളുകൾക്ക്. അപ്പോൾ യോഗം പറയുന്നത് തമസ്സായാലും രജസ്സായാലും സാത്വികമായാലും യോഗം ഇതിന്റെ അപ്പുറത്താണ്, ഇതിന് അതീതമാണ്. മൂന്നിൽ നിന്നും നിങ്ങൾ അതീതമാവുമ്പോഴാണ് സാത്വിക പരമമായ, അതിനാണ് തുരീയാവസ്ഥ, അതിനപ്പുറത്തുള്ള അവസ്ഥ എന്ന് പറയുന്നത്. തുരീയാതീതം എന്നൊക്കെ പറയും. അപ്പൊ അതിലേക്ക് പോവാനും സ്വരൂപത്തെ അറിയാനും വൃത്തികളെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്വരൂപം കൊണ്ടാണ് നമ്മൾ ത്രാടകം ചെയ്യുന്നത്. നമ്മുടെ സ്വരൂപം എന്താണ്? യഥാർത്ഥ സ്വരൂപം? ബോധമാണ്. ഇപ്പോൾ ഉള്ള നമ്മളിൽ ബോധം ചെയ്യുന്ന പണി എന്താ? ഒബ്സർവേഷൻ. ആ ഒബ്സർവേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വരൂപത്തെ ശക്തിപ്പെടുത്തുക. സ്വരൂപത്തെ ശക്തിപ്പെടുത്തുമ്പോൾ മാത്രമേ നിങ്ങൾ യോഗം സംഭവിക്കൂ. യോഗം സംഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ചിത്തവൃത്തികൾ ഇല്ലാതാവുള്ളൂ. ചിത്തവൃത്തികൾ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, അത് ഇല്ലാതാവില്ല. ചിത്തവൃത്തികളെ ഇല്ലാതാക്കണമെങ്കിൽ നിങ്ങളിലെ ബോധം, സാക്ഷിഭാവം, അതിലാണ് നമ്മൾ അവസാനം താടകയിൽ അവസാനം ബിന്ദു ധാരണം ചെയ്യും. നിങ്ങൾ വെറുതെ നമ്മളൊന്നും ചെയ്യാതെ നിങ്ങൾ ബിന്ദുവിനെ ധ്യാനിച്ച് ബിന്ദുവിനെ കിട്ടില്ല. ത്രാടക ചെയ്തു, നമ്മൾ യോഗനിദ്ര ചെയ്തു, അതിനുശേഷം ബിന്ദുവിനെ ധ്യാനിക്കുമ്പോൾ പെട്ടെന്ന് ആ ബിന്ദു കുറെ ദിവസം ശക്തമായിട്ട് വരികയാണെങ്കിൽ, ബിന്ദു ശക്തമായിട്ട് വരുന്നു, നിങ്ങൾ സ്വരൂപ ബോധം, സ്വരൂപജ്ഞാനം ഉണ്ടാവും. സ്വരൂപജ്ഞാനം ഉണ്ടാകുമ്പോൾ യോഗം സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വൃത്തികളുടെ ശക്തി കുറയും. ഇപ്പൊ നമ്മൾ വൃത്തികളുടെ സ്ലേവ്, അടിമ. അതിൽ നിന്ന് വൃത്തികളുടെ മാസ്റ്റർ ആവാൻ, ആ വൃത്തികൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, എടുക്കാം, ആവശ്യമില്ലെങ്കിൽ വേണ്ട എന്നുള്ള ഒരു യജമാനത്തെ, ഒരു മാസ്റ്റർഷിപ്പിലേക്ക് നമ്മൾ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു പരിശീലനത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് നമ്മൾ ത്രാടക എടുത്ത് പരിശീലിക്കേണ്ടത്. ത്രാടകയും യോഗനിദ്ര നമ്മുടെ മനസ്സിനെ കുറച്ചും കൂടി റിലാക്സ് ആക്കും. കാരണം എന്താ? മനസ്സിന് 2 വൃത്തിയുണ്ട്, പ്രധാനപ്പെട്ട 2 വൃത്തി. ഒന്ന് ക്രിയേറ്റിവിറ്റിയും, ഒന്ന് കണ്ടീഷനിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവ്, നമ്മൾ ഭാവന ചെയ്യുന്നു, പലതും ഭാവന ചെയ്യുന്നു. ഇവിടെ ദീപത്തെ നമ്മൾ ഭാവന ചെയ്യുന്നു, സൂര്യോദയത്തെ ഭാവന ചെയ്യുന്നു, പൂവിനെ ഭാവന ചെയ്യുന്നു. ഈ സമയത്ത് മെക്കാനിക്കൽ സാധനത്തിന് ശക്തി കൊടുക്കും. ആഴത്തിലേക്ക് പോവുകയാണ് നമ്മൾ.
സ്വരൂപത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ക്രിയേറ്റിവിറ്റി. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്വരൂപത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത്. മെക്കാനിക്കലായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വൃത്തികൾക്ക് അടിമയാവും. അവിടെ നിന്ന് നമ്മുടെ സാക്ഷിഭാവത്തിലേക്ക്, അവയർനെസ്സിലേക്ക് നമുക്ക് പോവാനുള്ള ഒരു വഴിയാണ് ചാടക പരിശീലനം. അപ്പോൾ എന്താണ് ഇത്, എന്തിനാണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലവും കൂടുതലായിരിക്കും.